ഒന്നും പറയണ്ട മക്കളെ, ലൈം സോഡ വന്നു. ലൈം സോഡയിലാണെന്നുണ്ടെങ്കിൽ പുളിച്ചിട്ട് നാരങ്ങ അറഞ്ചും പുറഞ്ചും ഒഴിച്ചിരിക്കുന്നു. ചിലയിടത്ത് പോയാൽ നാരങ്ങ ഉണ്ടാവില്ല, ഉപ്പുണ്ടാവില്ല, അങ്ങനെയായിരുന്നു. ഇതിൽ നാരങ്ങയ്ക്ക് ഒരു പഞ്ഞുമില്ല. അതുകൊണ്ട് ഒരു 4 നാരങ്ങ സോഡ ഉണ്ടാക്കാം. ഇത്രയും നാരങ്ങ ഒരു പിശുക്കില്ലാണ്ട് പിഴിഞ്ഞിരിക്കണം. പക്ഷെ വായിൽ വെക്കാൻ പറ്റില്ല. എന്നിട്ട് അത് മാറ്റി തരാൻ പറഞ്ഞിട്ട് വേറൊരു ലൈം സോഡ പറഞ്ഞു. ആ ലൈം സോഡയിലാണെന്നുണ്ടെങ്കിൽ ഉപ്പിച്ചിട്ട് വയ്യ, നാരങ്ങയെ പിഴിഞ്ഞിട്ടില്ല. ഇത്രയും ദുരന്തം പിടിച്ചൊരു ലൈം സോഡ ഇന്നേ വരെ ഞങ്ങളുടെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അതിൽ എന്റെ കുട്ടി നല്ല ഡെസ്പായി. പിന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വന്നു. ഫ്രൈഡ് ചിക്കൻ 10 പീസാണ് വന്നത്. എല്ലാ പീസുകളും അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഓയിലി ആയിരുന്നു. തീരെ ഡ്രെയിൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങനെ മുക്കിപ്പൊരിച്ച് കൊണ്ടുവന്നിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. സോ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എണ്ണയ്ക്ക് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നി. അങ്ങനെ മൊത്തത്തിലൊരു ദുരന്തകഥയായിരുന്നു അന്ന് ഫുള്ള്. ഗൂഗിളിൽ റിവ്യൂ നല്ലതാണെന്ന് കണ്ടിട്ട് പോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാം. മേ ബി ഞങ്ങളന്ന് പോയ ദിവസത്തെ പ്രശ്നമായിരിക്കാം. അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. ഫുഡും കൂടി നന്നാക്കിയാൽ ഒന്നുകൂടെ അടിപൊളിയാവും. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.